You've been talking about patience, hoping for everlasting. ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ Alightmotionൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ 3 ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ഇമേജ് ഒന്ന് അറേഞ്ച് ചെയ്യണം. അതായത് കുറച്ച് സൂം ഔട്ട് ചെയ്യുക, ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം. 3 ഇമേജ് ഒരേപോലെ 3 ഇമേജും സൂം ഔട്ട് ചെയ്തതിന് ശേഷം ഓക്കെ, ഇതുപോലെ 3 ഇമേജ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ 3 ഇമേജ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതൊന്ന് അറേഞ്ച് ചെയ്യണം ഈ ഒരു രീതിക്ക്. അതായത് ഒന്ന് കഴിഞ്ഞ് ഒരു പിക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ സൂം ഔട്ട് ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യാത്ത സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശേഷം ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ സൂം ഔട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശേഷം ആ സെലക്ഷനൊക്കെ കളയുക. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെല്ലാ ലെയറും ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക. ശേഷം ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്ത ലെയർ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും തന്നെ ആ ഒരു ക്ലിപ്പ് സെറ്റ് ചെയ്യുക. ശേഷം ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ഈ ഒരു സൈഡിലുള്ള ഇമേജ് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഇമേജ് കാണുന്ന രീതിയിൽ കുറച്ച് സൂമൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യുക. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വന്നിട്ട് മൂവ് ടൂളിൽ ഇതുപോലെ 3 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം സെക്കൻഡ് കീ ഫ്രെയിം, ഫസ്റ്റ് കീ ഫ്രെയിം ഒന്നാമത്തെ പിക്ക്, സെക്കൻഡ് കീ ഫ്രെയിം ഇതുപോലെ രണ്ടാമത്തെ പിക്ക് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്യുക. ശേഷം മൂന്നാമത്തെ കീ ഫ്രെയിം ഏറ്റവും അവസാനമുള്ള മൂന്നാമത്തെ പിക്ക് കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അത് സെയിം ഡിസ്റ്റൻസിൽ സെറ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം എല്ലാ കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ശേഷം ഇവിടെ ബാക്കി വന്ന ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നിങ്ങളെ വീഡിയോയുടെ അതായത് റിലീക്കിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഞാനിപ്പം 3 സെക്കൻഡാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇതുപോലെ 3 കീ ഫ്രെയിമും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അതിനൊപ്പട്ടെ നമ്മൾ ആദ്യം ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുത്തതിന് ശേഷം നമ്മളിത് എൻഡിൽ വന്ന് കട്ട് ചെയ്തെടുക്കുക. എൻഡിൽ വന്ന് കട്ട് ചെയ്തതിന് ശേഷം 2 ലെയർ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മൂവ് ടൂൾ പോയിട്ട് ശേഷം സ്കെയിൽ ടൂൾ പോയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങൾക്ക് വേണ്ട അത്ര അഡ്ജസ്റ്റിൽ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വരാം. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത റെക്റ്റാങ്കിളിൻ്റെ കളർ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏതെങ്കിലും ഒരു കളർ ഒന്ന് സെറ്റ് ചെയ്യുക. ശേഷം അത് ഇതുപോലെ സെറ്റ് ചെയ്യുക. ഒന്നിൻ്റെ ഉള്ളിൽ മറ്റൊന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം 2 ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ മുകളിൽ കാണുന്ന മൂന്നാമത്തെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെറ്റ് ചെയ്യുക.
ഓക്കെ, ഇനി നിങ്ങൾക്ക് ആ ഒരു തിക്നെസ്, അതായത് ആ ഒരു ഫ്രെയിമിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് അവിടെ താഴെ ഇതാ എഡിറ്റ് ഗ്രൂപ്പ് എന്നുണ്ട്. ആ എഡിറ്റ് ഗ്രൂപ്പ് പോയിട്ട് നമ്മൾ ആ ഉള്ളിലുള്ള റെക്റ്റാങ്കിൾ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്യുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിതാ ഇത്രയും ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഒരു ഫ്രെയിമിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യണം. അതിന് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം കളർ ആൻഡ് ലൈറ്റിൽ പോയിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ വൈറ്റാണ് സെറ്റ് ചെയ്യുന്നത്. ശേഷം ഞാൻ ഒന്ന് സൂം ഔട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ബ്ലാക്ക് കളറാണ് വന്നത്, ഞാൻ വൈറ്റ് കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, അതായത് ആ ഫ്രെയിമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ശേഷം ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ കുറച്ചൊന്ന് സൂം ചെയ്തതിന് ശേഷം നമ്മളത് എഡിറ്റ് ഗ്രൂപ്പ് പോയിട്ട് അതിൻ്റെ തിക്നെസ് കുറച്ച് കൂട്ടുക. അതായത് ഉള്ളിലുള്ള റെക്റ്റാങ്കിൾ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, അതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര വേഗം പറഞ്ഞു വന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. ശേഷം അതിൻ്റെ കളർ വന്ന് നിങ്ങൾക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു യെല്ലോ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം സ്ട്രെച്ച് ടു സ്ക്രീൻ കൊടുത്തിട്ട് എൻഡിൽ ഒന്ന് കട്ട് ചെയ്യുക. ശേഷം എല്ലാ ലെയറും സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്യുക. ഓക്കെ, ശേഷം വീണ്ടും ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. നമ്മളിവിടെ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ സെർച്ചിൽ പോയിട്ട് ലോങ് ഷാഡോ എന്ന് സെർച്ച് ചെയ്യുക. ലോങ് ഷാഡോ എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ശേഷം നമ്മളതിൻ്റെ സൈസ് വന്ന് 0.006 സെറ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്കിപ്പോൾ മാറ്റം കാണാൻ സാധിക്കുന്നില്ല. മാറ്റം കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം അതിൻ്റെ കളർ വന്ന് ഞാനൊരു ഓക്കെ ഈ ഒരു കളർ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ശേഷം അടിയിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം ഞാൻ കാണിച്ചു തരാം. ലോങ് ഷാഡോ എന്ന് പറഞ്ഞാൽ ഇതാ, ഇപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ വാല്യൂ ഒരു 0.006 ആണ് സെറ്റ് ചെയ്യുന്നത്. ശേഷം ആംഗിളൊക്കെ വന്ന് 45 ആണ്. കളറ് ബ്ലാക്ക്, വേറെ ഒന്നും ഞാൻ മാറ്റം വരുത്തുന്നില്ല. ശേഷം ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു കളർ കുറച്ച് ലൈറ്റ് കളറാക്കുന്നുണ്ട്. ഓക്കെ, ആ കളറിൻ്റെ തന്നെ കുറച്ച് ലൈറ്റ് കളറാക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ. ഓക്കെ, ശേഷം നമ്മൾ ആ ഒരു ലെയർ, അതായത് ഈ ഒരു ഫ്രെയിമും ഫോട്ടോ ഒക്കെ ആഡ് ചെയ്ത് ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. 3Dയിൽ പോയിട്ട് ഫ്ലിപ്പ് ലെയർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം ആംഗിളിൽ വന്ന് 3 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മളൊരു 30 ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0യിലേക്കും എൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ -30യിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് എൻഡിലേക്കൊക്കെ സെറ്റ് ചെയ്ത് 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ അതേ ഗ്രാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട, ഈ ഒരു രീതിയിലല്ല എനിക്കത് ഫ്ലിപ്പ് ലെയർ ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ടാമത്തെ ഇതിൻ്റെ വാല്യൂ -30 കൊടുക്കുക. ഇവിടെ എൻഡത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 30 കൊടുക്കാം. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളുടെ ബീറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടത്തിന്, നിങ്ങളുടെ വീഡിയോയുടെ ഇഷ്ടത്തിന് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട. ഇപ്പം നമുക്ക് നോക്കിയതാ, കണ്ടില്ല, നമുക്ക് ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ ലഭിക്കുക. ഗ്രാഫ് ഇല്ലേ നോക്കണം. ആ ഗ്രാഫ് പോയിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു ഗ്രാഫ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കിയതാ, കണ്ടില്ല, അതിനനുസരിച്ച് മൂവ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നിങ്ങൾ പ്രിവ്യൂ കണ്ടപ്പോൾ കണ്ട ആ ഒരു ബാക്കിൽ നിന്ന് ഒരു സർക്കിൾ പൊന്തി ഒരു സൂമായിട്ട് വരുന്നൊരു എഫക്റ്റും കൂടി ഉണ്ട്. അത് നമുക്ക് ആഡ് ചെയ്യണം. അതിന് മുപ്പട്ടെ നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് ഒന്ന് ഷാഡോയും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ശേഷം ഞാനതൊന്ന് ഷാഡോ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ശേഷം ഞാൻ അതിൻ്റെ ആൽഫ ഒക്കെ കുറച്ച് ആൽഫ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഇനി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു സർക്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മളിവിടെ എൻഡിൽ വന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കളറ് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യുക. ഞാൻ ഒരു പിങ്ക് കളർ ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു കളർ സെറ്റ് ചെയ്യുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് ബ്ലൂ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ബ്ലൂ സെറ്റ് ചെയ്യുക. ഓക്കെ, ബ്ലൂ ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം ആ ഒരു സർക്കിൾ വന്നിട്ട് നമ്മളിതാ ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിൽ ടൂളിൽ വന്ന് 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സ്കെയിലിൽ വന്ന് 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0യും സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിലും സെറ്റ് ചെയ്യാം. ഓക്കെ, ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ശേഷം ഇതൊന്ന് താഴേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ടാവും. അതായത് ആ ഒരു പിക്ചർ മൂവ് ആവുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ആ ഒരു സർക്കിളും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശേഷം നമ്മൾ വീണ്ടും ഇതിലേക്കൊരു സർക്കിളും കൂടി ആഡ് ചെയ്യുക. അതായത് സെൻറ്ററിൽ നിന്ന് മറ്റേ അടുത്ത ക്ലിപ്പ് വരുന്ന ആ ഒരു ടൈമിൽ അടുത്തൊരു സർക്കിളും കൂടി ആഡ് ചെയ്യുക. ശേഷം നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സ്കെയിൽ ടൂൾ പോയിട്ട് നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് കീ ഫ്രെയിം 0യും സെക്കൻഡ് കീ ഫ്രെയിം സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് മാറ്റണം എന്നുണ്ടെങ്കിൽ അതും മാറ്റാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് സെറ്റ് ചെയ്താൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്താൽ മതി. ഈ ഒരു ഗ്രാഫ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കളർ ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഡാർക്ക് കളർ കുറച്ച് വൈറ്റ് ആക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ശരി, ഈ ഒരു കളർ ഞാൻ ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു യെല്ലോ കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കളർ ഒരു ബ്ലൂ ആയിട്ട് വരുന്ന രീതിയിൽ, ശേഷം പിങ്ക്. ഓക്കെ, ഇതുപോലെ ആയിരിക്കും ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. അതായത് ഈ ഒരു പിക്ചറിൻ്റെ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് ഓസിലേറ്റ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ആംഗിൾ വന്ന് 90 ഡിഗ്രി സെറ്റ് ചെയ്യുക. ആംഗിൾ 90 ഡിഗ്രി സെറ്റ് ചെയ്യുക. ശേഷം നമ്മളിതാ ഈ ഒരു ഭാഗത്തായിട്ട് വന്ന്, അതായത് മാഗ്നിറ്റ്യൂഡിൽ ഫസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം അടുത്ത പിക്ക് ഈ ഒരു പോകുന്ന ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ വാല്യൂ നമ്മളൊരു 78 ഒക്കെ സെറ്റ് ചെയ്യുക. ശേഷം അടുത്ത് കുറച്ച് ഇപ്പുറമായിട്ട് വന്നിട്ട് ആദ്യം ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്യുക. ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ബീറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ആ ഒരു ഷെയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇതുപോലെ ആയിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ശേഷം ഈ ഒരു ഗ്യാപ്പിലൊക്കെ നമ്മൾ ഈ ഒരു ഗ്രാഫ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയതാ ആ ഒരു പിക്ചർ ഒരു ചെറിയൊരു ഷെയ്ക്ക് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ഷെയ്ക്കും കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു ഷെയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് ഓപ്ഷനിലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആഡ് ചെയ്ത് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സർക്കിൾ വരുന്നതിന് പകരം നിങ്ങൾക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഓവർലേ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർലേ ആഡ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പിക്ക് വെക്കുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. വേറെ ക്ലിപ്പ് വെക്കുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഈ ഒരു ട്രാൻസിഷൻ ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ MP4 സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതൊരു മോഡൽ മാത്രമാണ്. ഇതിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള വേറൊരു വേർഷൻ, അതായത് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് എഫക്റ്റും കൂടി കൂട്ടിയിട്ട് നിങ്ങളുടെ എഡിറ്റിംഗ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.